റവയും പഴവും വെച്ചിട്ട് 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് ഇത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള ഈ പഴം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കും 1 കപ്പ് അളവിൽ റവ കൂടി ഒന്ന് ചേർത്ത് 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള പഴത്തിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയും 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തതും കൂടി ഒന്ന് ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം വാഴയിലയിൽ ഒരല്പം നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവ നമുക്ക് കുറേശ്ശെയായിട്ട് ഈ വാഴയിലയിൽ വെച്ച് ഒന്ന് അടച്ചെടുത്ത് ആവിയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.